ഗൈസ്, ജീസസ് യൂത്ത് കെയർസ് ബർഡ്സ് ഒരുക്കുന്ന പുൽക്കൂടിലേക്ക് ഒരു തീർത്ഥാടനം 18ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്കിൽ നമുക്ക് മനോജനെ കേട്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് 18ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുവാണ്. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൊരു കാര്യം. നമുക്കറിയാം, ഈശോയുടെ മുമ്പിൽ കാഴ്ചവെച്ച രാജാക്കന്മാർ കാഴ്ചവെച്ച 3 കാര്യങ്ങളുണ്ട്. പൊന്ന്, കുന്തിരിക്കം, മീറ. അതിൽ മീറ എന്ന സുഗന്ധ തൈലത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പണ്ട് രാജാക്കന്മാർക്ക് അഭിഷേകം ചെയ്തിരുന്ന ഒരു തൈലമായിരുന്നു, സുഗന്ധ തൈലമായിരുന്നു മീറ. ഏറ്റവും മനോഹരമായ മണമുള്ള പരിമളം പരത്തുന്ന ഈ ഒരു സുഗന്ധ തൈലം ഉപയോഗിച്ചാണ് രാജാക്കന്മാരൊക്കെ അഭിഷേകം ചെയ്തിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക തൈലമായിട്ട് ഈ തൈലം ഉപയോഗിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഏറ്റവും മനോഹരമായ ഈ തൈലത്തെ പോലെയാകാൻ നമുക്ക് പറ്റണം. വിശുദ്ധിയിൽ ജീവിക്കാൻ ഈശോ നൽകിയ വിശുദ്ധി ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് വിശുദ്ധി പകർന്നു കൊടുക്കുന്ന നല്ല മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്, വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഉണ്ണീശോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മനോജൻ നമ്മോട് പറഞ്ഞതുപോലെ വിശുദ്ധരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഇന്നത്തെ പുണ്യത്തിന്റെ പൂമത്തയിലേക്ക് ഈ പുണ്യം കൂടി നമുക്ക് ചാർത്തി വെക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ 18ാമത്തെ പൂവാണ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത്. ഇന്ന് മനോജ് നമുക്ക് പറഞ്ഞു തന്നത് വിശുദ്ധിയിൽ വളരണമെന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ വിശുദ്ധിയിൽ വളരാം എന്നാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഞാനിവിടെ വിശുദ്ധിയിൽ വളരാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ പൂമത്തയിലേക്ക് പൊട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉണ്ണീശോയുടെ പൂമത്തയുടെ 18ാമത്തെ പൂവും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. നമ്മുടെ കൊച്ചു കൂട്ടുകാരോടൊപ്പം സുഹൃജപം ചൊല്ലി പ്രാർത്ഥിച്ച് ഇന്നത്തെ തീർത്ഥാടനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഇന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉണ്ണീശോയെ, വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ.